Hi friends, welcome to Ammu's World. ഇന്നൊരു ക്രാഫ്റ്റ് ഐറ്റത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. പാർട്ടീസിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഈസി വോൾ ഹാങ്ങിങ്ങോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ മിക്കി മൗസിൻ്റെ തീമിലാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ മിക്കി മൗസ് തീമിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ വൈറ്റ് പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പെൻസിലും ഒരു സ്കെയിലും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 2 കളേഴ്സ് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെഡും ബ്ലാക്കുമാണ് എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്ക് ഗ്ലൂവും എടുക്കുന്നുണ്ട്, മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു സിസേഴ്സും എടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പറിലേക്ക് ഞാനൊരു പാറ്റേൺ വരച്ചെടുക്കുകയാണ്. അതായത് ഒരു മിക്കി മൗസിൻ്റെ ഒരു ഹെഡ് ഷേപ്പും അതുപോലെ ഷോർട്സിൻ്റെ ഷേപ്പുമാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇത് വളരെ ഈസിയാണ് ഡ്രോ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് ഡ്രോ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഔട്ട്ലൈനായിട്ട് അതൊന്ന് വരച്ചെടുക്കുന്നുണ്ട് ഒരു പേപ്പറിലേക്ക്. എന്നിട്ട് ഇത് കട്ട് ഔട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മുടെ പാറ്റേൺസ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത് കളർ പേപ്പറിൽ. സോ അപ്പോൾ ആദ്യം ഞാൻ ഈ പാറ്റേൺ ആദ്യം ഒന്ന് വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് കളർ പേപ്പർ ആദ്യം വെട്ടിയെടുക്കാം. ഇപ്പം ഞാനിവിടെ പാറ്റേൺസ് വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഔട്ട്ലൈന്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ കളർ പേപ്പറിൽ ട്രേസ് ചെയ്തിട്ട് അത് വെട്ടിയെടുക്കാനായിട്ട് പോവാണ്. ഞാൻ ആദ്യം റെഡിലാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കുറേ എണ്ണം ഒരേപോലെ ഇത് വെച്ചിട്ട് വരച്ചെടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വെട്ടിയെടുക്കാം, അതായിരിക്കും എളുപ്പം. സോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വരച്ച് വെട്ടിയെടുത്തിട്ട് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ റെഡിൻ്റെ എല്ലാ ഷോർട്ട്സും അതുപോലെ തന്നെ മിക്കി മൗസിൻ്റെ ഹെഡും കുറേ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ പാറ്റേൺ വെച്ചിട്ട്. ഇതിപ്പം തീരെ കട്ടിയില്ലാത്ത പേപ്പർ ആണെങ്കിൽ നമുക്ക് ഈ വൈറ്റ് അതുപോലെ ഒരുമിച്ച് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് കട്ടി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാൻ ഈ റെഡിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഇതേ ബ്ലാക്കിൻ്റെയും ഫുള്ള് വെട്ടിയെടുത്തിട്ടുണ്ട്. ബ്ലാക്കിന് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല, കാരണം ഭയങ്കര ഒത്തിരി ടൈം എടുക്കുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. കുറച്ചെണ്ണത്തിന് ഞാൻ ഒരു ബേസായിട്ടൊരു വൈറ്റ് പേപ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ചാർട്ട് പേപ്പർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, നല്ല കട്ടി ഉണ്ടായിരിക്കും. അതുപോലെ ഞാൻ കുറച്ച് സർക്കിൾസും കൂടെ വെട്ടിയെടുത്തിട്ടുണ്ട് അതേ 2 കളേഴ്സിലും. പിന്നെ ഞാനിവിടെ എടുക്കുന്ന ഒരു ത്രെഡ്, ഒരു ട്വൈൻ പോലത്തെ ഒരു ത്രെഡാണ്. ഇതൊരു ഫാൻസി ത്രെഡാണ്. ഇതെനിക്കൊരു ഫാൻസി ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടിയതാണ്. പാർട്ടി ഐറ്റംസിൻ്റെ സെക്ഷനിൽ നമുക്ക് ലൂലുലും എല്ലാം അവൈലബിൾ ആണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓരോ ഷേപ്സ് എടുത്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ട്രിങ് പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു ഡെക്കറേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ അത് ഞാൻ ഈ ത്രെഡ് എടുക്കുന്നു. ഈ ത്രെഡ് കുറച്ച് കാണണം, ഒത്തിരി അടുപ്പിച്ചൊട്ടിക്കരുത്. ത്രെഡ് കുറച്ച് കാണുന്നത് പോലെ ഒട്ടിച്ചായിരിക്കും ഭംഗി. കാരണം ഈ ത്രെഡ് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് നീക്കി വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. ഓൾട്ടർനേറ്റീവായിട്ട് പല കളേഴ്സും അതുപോലെ പല ഷേപ്സും മാറ്റി മാറ്റി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ദേ ഇപ്പം ഞാൻ കൂടെ കുറച്ച് ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ്. ഇപ്പോൾ ഞാൻ മിക്കി മൗസിൻ്റെ തീം എടുത്തേക്കുന്നത് കൊണ്ട് ഹെഡും ഷോർട്സും ആണ്. അതുപോലെ മിക്കി മൗസിൻ്റെ ഷൂ വേണമെങ്കിൽ യെല്ലോ ഇങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെ എങ്ങനെ ചെയ്തെടുത്താലും നല്ല ഭംഗിയാണ്, നല്ലൊരു ഡെക്കറേഷൻ ഐറ്റമാണിത്. നമുക്ക് ഇതുപോലെ പുറകിലെ വോളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. ഇപ്പം ഞാൻ ദേ ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട്. ഇത് ഞാൻ മുറിച്ചെടുത്ത അത്രയും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ലെങ്ത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 മടക്കിടാനായിട്ടുള്ള ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് വോളിൽ ഇങ്ങനെ പുറകിൽ ഹാങ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വാവയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഞാൻ ഇനിയും ക്രാഫ്റ്റ്സ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.